പുരസ്കരിക്കപ്പെടുന്നതിൻ്റെ ആഹ്ലാദം എല്ലാവരിലും നിറയുന്ന, അതുകൊണ്ട് തന്നെ സന്തോഷം സന്ധ്യയ്ക്ക് സ്വർണ്ണവർണ്ണമുള്ള തിരികൊളുത്തി തുടുപ്പിച്ച ഈ വൈകുന്നേരത്തിൻ്റെ അധ്യക്ഷൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ഊർജ്ജസ്വലനായ മെമ്പർ സെക്രട്ടറി ശ്രീ PS മനീഷ്, ഈ വേദിയെ ധന്യരാക്കുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ മുരുകൻ കാട്ടാക്കട, ശ്രീ G വേണുഗോപാൽ, ശ്രീ കൃഷ്ണ പൂജപ്പുര, ശ്രീ മോഹൻ ഐരൂർ, ശ്രീ പ്രവീൺ ഇറവങ്കര, ശ്രീ ശ്രീകാന്ത്, ശ്രീ വൻഷിയൂർ പ്രവീൺകുമാർ, സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ ദശാബ്ദത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ നടുനായകത്വം വഹിക്കുന്ന പ്രിയ സുഹൃത്തും സർഗപ്രതിഭയുമായ ഡോക്ടർ RS പ്രദീപ്, ഈ ചടങ്ങിൻ്റെ അവതാരക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാരമ്പര്യ ദൈർഘ്യം കൊണ്ട് സമ്പന്നമായ ദൂരദർശനിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ ഷാൽമാ നന്ദ, ഈ സന്ധ്യയിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഹ്രസ്വ ചിത്രമേഖലയിലെ കയ്യൊപ്പുകൾ പതിപ്പിച്ച ചന്ദ്രകാന്ത കല്ലുകളെ, സുഹൃത്തുക്കളെ, വിശ്വത്തിൻ്റെ ഏറ്റവും മഹാനായ പ്രണയ കവിയാര് എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഹൃദയങ്ങളെ അവലോകനം ചെയ്ത പ്രണയ കവിയാര് എന്ന് ചോദിച്ചാൽ അത് പാബ്ലോ നെരൂദ എന്ന ഉത്തരത്തിലേക്കായിരിക്കും എത്തുക. വളരെ തീക്ഷ്ണമായി സാമൂഹ്യ ബോധ്യങ്ങളെക്കുറിച്ച്, വിപ്ലവ ചിന്തകളെക്കുറിച്ച്, സർഗ സഹയാത്രകളെക്കുറിച്ച്, പോരാട്ട സൂചികകളെക്കുറിച്ചെല്ലാം ആഴത്തിൽ കവിത എഴുതിയിട്ടുള്ള നെരൂദ, പക്ഷേ പ്രണയത്തെക്കുറിച്ച് എഴുതിയ 2 വരികളാണ് ഈ വേദിക്ക് ഏറ്റവും അഭികാമ്യം. ആ വരികൾ അത്രമേൽ ഹ്രസ്വം പ്രണയം, വിരഹം എത്ര ദീർഘം എന്നാണ്. ഏറ്റവും ഹ്രസ്വമായതെന്തോ അതാണ് ഏറ്റവും ആഴത്തിൽ അനുരാഗിയാക്കി മനുഷ്യ മനസ്സിനെ പരിണമിപ്പിക്കുന്നത് എന്നാണ് നെരൂദയുടെ കൽപ്പന. ഹ്രസ്വചിത്രങ്ങൾക്ക്, ഷോർട്ട് മൂവീസിന് സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രിയാത്മകമായ ചലനത്തിന് കാരണവും അത് ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിസ്ഡം, അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കുക എന്നത് ഏറ്റവും കാമ്പുള്ളതായി മാറുക എന്നതിൻ്റെ നിർവചനമാകുന്നത് കൊണ്ടാണ്. പരിമിതമായ, വളരെ 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 പരിമിതമായ സമയത്തിനുള്ളിൽ തങ്ങളുടെ ചിന്തയിലെ, തങ്ങളുടെ കാഴ്ചപ്പാടിലെ ആശയങ്ങളൊക്കെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിനപ്പുറത്ത്, നിഴൽ രൂപങ്ങൾക്കിപ്പുറത്ത് സന്നിവേശിപ്പിക്കുവാൻ കഴിയുന്ന അക്ഷരാർത്ഥത്തിൽ പ്രതിഭാധനരായ നിങ്ങൾക്കെല്ലാം സൗത്ത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ അക്കാദമിയും വൈലോപ്പള്ളി സംസ്കൃതി ഭവനും ഇന്നിവിടെ നൽകുന്നത് പക്ഷേ പുരസ്കാരങ്ങളാണ് എന്നൊരഭിപ്രായം എനിക്കില്ല. മറിച്ച് നിങ്ങൾക്കിവിടെ ഇന്ന് ലഭിക്കുന്നത് ടിപ്സാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ടിപ്സ് നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് കൊടുക്കാറുള്ളത്. നന്നായി ഭക്ഷണം നല്ല രുചികരമായി വിളമ്പുന്ന ആളിന് നമ്മൾ കൂടുതൽ ടിപ്സ് കൊടുക്കും. വെറുപ്പിച്ച് അന്നം തരുന്ന ആളിന് ടിപ്സ് കൊടുക്കുകയുമില്ല, മനസ്സിൽ 2 തെറി പറയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരൂരിനടുത്ത് ചമ്രവട്ടം പാലം വഴി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് കാറിൽ മടങ്ങി വന്നപ്പോൾ വൈകുന്നേരം 4-4:30 മണിയായിട്ട് രാവിലെ കാപ്പി കുടിക്കാനോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനോ കഴിയാത്തത് കൊണ്ട് വിശന്ന് തളർന്നു പോയ ഞാൻ തൊട്ടടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ കാറ് നിർത്തി ആഹാരം വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ സാരഥി ഒരു കടയിൽ കാറ് നിർത്തി. 4:30 മണിയായി. തലകറങ്ങി വീണുപോകുമെന്നൊക്കെ ഭയം തോന്നുന്ന വിശപ്പാണ്. ആ കടയിൽ ചെന്ന് പെട്ടെന്ന് എന്താ കഴിക്കാൻ തരാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും തരാം എന്നായി അയാൾ. ആയിക്കോട്ടെ, പെട്ടെന്ന് 2 പൊറോട്ടയും കുറച്ച് ബീഫും തരൂ എന്നാവശ്യപ്പെട്ടപ്പോൾ വിശന്നിരിക്കുന്ന ഞങ്ങളുടെ മേലൊരു അശനിവാദം പോലെ 1.5 മണിക്കൂർ കാത്തിരിപ്പിച്ചിട്ടാണ് അയാൾ 2 പൊറോട്ടയും ബീഫും കൊണ്ടുവന്നത്. ആ പൊറോട്ടയൊക്കെ നമ്മുടെ RS പ്രദീപിൻ്റെ തലയിൽ വീണാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. 48 മണിക്കൂറിനുള്ളിൽ ആൾ തട്ടിപ്പോവും, അത്ര ഭാരമുള്ള പൊറോട്ടയാണ്. ബീഫ് കറിയിൽ പക്ഷേ നന്നായി മുങ്ങി നോക്കിയാൽ ഒരു കഷണം കണ്ടാലായി. എങ്കിലും
തെക്കൻ തിരുവിതാംകൂറുകാർ ഞങ്ങൾ പറയാറുള്ള ഒരു പഴമൊഴിയുണ്ട്, പശി രുചി അറിയില്ല. അതുകൊണ്ട് വിശപ്പിൻ്റെ മുന്നിൽ രുചികൾക്ക് പ്രാധാന്യമില്ലാത്തതുപോലെ ആഹാരം അത്രമേൽ ആവശ്യമായിരുന്ന ആ ഘട്ടത്തിൽ ഇതെല്ലാം കഴിച്ച് പുറത്തിറങ്ങാൻ നേരത്ത് ഞാൻ ആ സപ്ലയറിന് 100 രൂപ അധികമായി ടിപ്പ് കൊടുത്തു. അപ്പോൾ എൻ്റെ സാരഥി എന്നോട് ചോദിച്ചു, ഈ അശ്വമേധം കളിച്ചും പ്രസംഗിച്ചും നടന്ന് കിളിയൊക്കെ പറന്നു തുടങ്ങിയല്ലേ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അതല്ല, നന്നായ ആഹാരം നല്ല രുചികരമായി തരുന്നവർക്ക് 10 രൂപ തികച്ചു കൊടുക്കാത്ത ആൾ ഇത്രയും മോശം ഭക്ഷണം ഇത്രയും കാത്തിരിപ്പിച്ചിട്ട് തന്നപ്പോൾ 100 രൂപ കൊടുത്തതിൻ്റെ കാര്യം മനസ്സിലായില്ല, അതിൻ്റെ സാങ്കത്യം എന്ന്. ഞാൻ പറഞ്ഞു, അത് നിൻ്റെ കുഴപ്പമല്ല, നമ്മൾ മലയാളികളുടെ ഒക്കെ കുഴപ്പമാണ്. നമുക്ക് ഈ ടിപ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ടോക്കൺ ഇൻ പ്ലഷേഴ്സ്, സന്തോഷ സൂചകമായി കൊടുക്കുന്നതാണ് ടിപ്സ് എന്നാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. ഇത് പാശ്ചാത്യ ലോകത്ത് ബ്രിട്ടീഷുകാരുടെ ഇടയിലാണ് ഇത് ആരംഭിച്ചത്. ടു ഇംപ്രൂവ് പ്രോംപ്റ്റ്നെസ് എന്നതാണ് ടിപ്സിൻ്റെ പൂർണ്ണരൂപം. നിങ്ങൾ കൂടുതൽ നന്നാകേണ്ടതുണ്ട്, നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ നൽകുന്നത് എന്തോ അതാണ് ടിപ്സ് എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. വൈലോപ്പള്ളി സംസ്കൃതി ഭവനും സിക്റ്റയും ചേർന്ന് ഈ വേദിയിൽ ഇത്ര കണ്ട് പ്രതിഭാധനന്മാരായ നിങ്ങൾ ഇതുവരെ ചെയ്തതോ ഈ അവാർഡ് കമ്മിറ്റിയുടെ മുന്നിൽ അയച്ചതോ ആയ ഹ്രസ്വചിത്രങ്ങൾക്കോ മ്യൂസിക്കൽ ആൽബങ്ങൾക്കോ അതിൻ്റെ മേന്മ കാരണം തരുന്ന പുരസ്കാരങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായി ഇല്ല. മറിച്ച് നാളുകളിൽ നിങ്ങൾ നേടാനിരിക്കുന്ന അത്യുജ്വലമായ മഹാനേട്ടങ്ങൾക്കും ഗംഭീരമായ ക്രിയാത്മകതകൾക്കും മുന്നോടിയായി നാളെ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി നന്നാകട്ടെ എന്ന് കരുതി മുൻകൂറായി ഇന്ന് തരുന്ന ടു ഇംപ്രൂവ് പ്രോംപ്റ്റ്നെസ് ടിപ്സ് ആണ് ഈ വേദിയിൽ ഈ പുരസ്കാരങ്ങൾ എന്നാണ് എൻ്റെ തോന്നൽ. ഉന്മീല നയനങ്ങളിൽ ഇളം നിലാവെഴുതി കവിതയുടെ തണുത്ത പുൽനാമ്പുകൾ തോറും മുഖം കുനിച്ച് അലസം നടന്ന വളരെ ചെറിയ വാക്കുകൾ വളരെ 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 സുജനമര്യാദയോടുകൂടി സൗമ്യമായി സംസാരിക്കുക മാത്രം ചെയ്ത വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന കാച്ചിക്കുറുക്കിയ കവിയുടെ പേരിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ വിവിധോദ്ദേശ്യ സാംസ്കാരിക സമുച്ചയത്തിൽ ഈ ദിവസം എത്തിച്ചേർന്ന നിങ്ങളൊക്കെ മറ്റൊരു തരത്തിൽ ഞങ്ങൾക്ക് അതിഥികൾ കൂടിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ സാരഥിമാരിൽ ഒരാളെന്നുള്ള നിലയിൽ ഈ കൂത്തമ്പലത്തിലേക്ക് ഒരു ആതിഥേയൻ്റെ മനസ്സോടുകൂടി നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യാനും ഈ ഉദ്ഘാടന പ്രസംഗവേള ഞാൻ വിനിയോഗിച്ചോട്ടെ. വിൻസ്റ്റൺ ചർച്ചിൽ ഒരു ഏകാധിപത്യ ബോധങ്ങളുള്ള ഒരാളായിരുന്നു. പലപ്പോഴും മനുഷ്യപക്ഷത്തല്ലായിരുന്നു, യുദ്ധകൊതിയനായിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഗംഭീരമായ സർഗവാസനയുള്ള, നന്നായി എഴുതുന്ന, അതിനേക്കാൾ എല്ലാം ഉപരി അസാധ്യമായ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു മനുഷ്യനായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പോൾ ചർച്ചിൽ ഇതുപോലൊരു പുരസ്കാര നിശയുടെ ഉദ്ഘാടകനായി പോയി. സത്യത്തിൽ ഇങ്ങനെ 8 മണിക്ക് സമയബന്ധിതമായി എല്ലാവർക്കും തീവണ്ടിയിൽ കയറി നാടുപറ്റാൻ പാകത്തിൽ അവാർഡ് വിതരണം നടക്കുന്ന ഒരു വേദിയിൽ ഇത്ര കണ്ട് പ്രതിഭാധനരായ ആളുകളുടെ സാന്നിധ്യമുള്ളപ്പോൾ എങ്ങനെ സമയബന്ധിതമായി ഇത് നിർത്താൻ കഴിയും എന്ന് പ്രദീപിനോട് ചോദിക്കാതെ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലെ ഈ പഞ്ചഭൂതങ്ങളെ കത്തിച്ച് പോകുന്ന യാത്രയിൽ എന്നോട് ഞാൻ തന്നെ പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ചാണ്. ഇതുപോലൊരു സമ്മേളനമാണ്, ഒരു പുരസ്കാര സമ്മേളനം. അതിഥിയായി ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 6 മണിക്കൂറോളം ജനങ്ങളെ കോരിത്തെരിപ്പിച്ച് ത്രസിപ്പിച്ച് വാക്കുകൾ കൊണ്ട് പ്രകമ്പനം സൃഷ്ടിച്ച ഐ ക്യാൻ ഓഫർ യു മൈ സ്വെറ്റ് ആൻഡ് ടോൾ എന്ന് തുടങ്ങുന്നത് പോലുള്ള ഗംഭീര നെട്ടുങ്കൻ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ് വിൻസ്റ്റൺ ചർച്ചിൽ. പക്ഷേ ആ അവാർഡ് വേദിയിൽ അവാർഡ് വാങ്ങാനിരിക്കുന്നവരാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഒരു പ്ലാഗിയാറിസമാണ്, മറ്റൊരാൾ പറഞ്ഞതിനെ ആവർത്തിക്കുക, എങ്കിലും കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉപകരിക്കട്ടെ. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് ഇതാണ്: ഇത്തരം പുരസ്കാര വേദികളിൽ ഉദ്ഘാടകരും പ്രസംഗകരും ഒക്കെ അവർക്കൊന്നും സത്യത്തിൽ വേഷത്തിൽ വലിയ പ്രാധാന്യമുള്ളവരല്ല. ഡ്രസ് കോഡിനെ കുറിച്ചൊന്നും വലിയ താല്പര്യം നമുക്ക് ആർക്കും ഇല്ല. പക്ഷേ പ്രസംഗിക്കാൻ ഇങ്ങനെയുള്ള സദസ്സുകളിൽ വരുമ്പോൾ ഒരു വേഷത്തിനെ നമ്മൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെടണം. ഒരു ലേഡീസ് വെയറിനെ, സ്ത്രീകൾ ധരിക്കുന്ന ഒരു വേഷത്തിനെ എന്നാണ് ചർച്ചിൽ പറഞ്ഞത്. ആളുകളിങ്ങനെ കാതുകൂർപ്പിച്ച് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു. ചർച്ചിൽ പറഞ്ഞു, as a speaker I prefer to adore the mini skirts. ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിൽ
ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയായി മിനി സ്കർട്ട് എന്ന വേഷത്തിനെയാണ് ആരാധിക്കുന്നത്. കാരണം അത്യാവശ്യമുള്ളതൊക്കെ അത് മറച്ചോളും. എന്നാൽ കുറേയൊക്കെ കൂടി കാണാമായിരുന്നല്ലോ എന്ന കൗതുകം കാഴ്ചക്കാരിൽ ഉണ്ടാക്കാനും മിനി സ്കർട്ട് എന്ന വേഷം ധരിക്കും. ഇത്തരം വേദികളിൽ പ്രസംഗകരും മിനി സ്കർട്ടുകളാകണം. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ പറയാം, കുറച്ച് കൂടുതൽ ഇയാൾക്ക് പറയാമായിരുന്നല്ലോ എന്നും മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കട്ടെ, ക്യാമറയിലൂടെ നിങ്ങൾ കാട്ടുന്നത് ആഴമുള്ളതാണ്, അതിനേറെ സ്വാധീന ശക്തിയുള്ളതാണ്. നിങ്ങളുടെ സൃഷ്ടികൾക്ക്, നിങ്ങളുടെ മികവാർന്ന നാളുകളുടെ വഴികൾക്ക്, നിങ്ങളുടെ നവചിന്തകൾക്ക് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെയും എൻ്റെയും ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അടച്ചുവയ്ക്കുന്നു വാക്കിൻ്റെ പുസ്തകം. ഔപചാരികമായി ഈ പുരസ്കാര കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സ്നേഹം.